നമുക്ക് എങ്ങനെ ഒരു മോഡൽ ഇൻ പ്ലേസ് എ കമ്പോണൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നിങ്ങളൊരു മോഡൽ ഇൻ പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക. ജനറിക് മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, ഞാൻ റിവോൾവ് യൂസ് ചെയ്തു. ആദ്യം ഒരു ആക്സിസ് വരച്ചു കൊടുത്തു. ദെൻ ഒരു ചെറിയ ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനൊരു മോഡലാണ് കിട്ടിയത്. നമുക്ക് നമ്മുടെ 3Dയിലോട്ടൊന്ന് ചെല്ലാം. ഓക്കെ, എനിക്കിങ്ങനൊരു മോഡൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഞാൻ മോഡൽ ഇൻ പ്ലേസ് ആണ്, അതായത് ഞാനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇതിനെ ഞാൻ ഇനി അതായത് പ്ലേസ് എ കമ്പോണൻറ്റ് ഇതേ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ സെലക്ട് ചെയ്യുക. ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒരു പേര് കൊടുക്കുക. ഞാൻ ടേബിളിൽ നിന്ന് കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. ഇപ്പം ഇതൊരു ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് എവിടെയെങ്കിലും സേവ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ഫയൽസിൽ ചെല്ലുക, അവിടുന്ന് സേവ് ആസ്, അവിടുന്ന് ലൈബ്രറി, ദെൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് സേവ് ചെയ്യാം. ഓക്കെ, ടേബിളിന് ഞാൻ കൊടുത്തു. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ദെൻ സേവ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി എങ്ങനെ ഇതിനെ പ്ലേസ് ചെയ്യാം എന്ന് നോക്കാം. സോ ഞാൻ ഇതെല്ലാം ക്ലോസ് ചെയ്യാണ്, ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കുകയാണ്. ദെൻ നിങ്ങൾ ഇൻസേർട്ട് ചെല്ലുക. ഇൻസേർട്ട് ചെന്നിട്ട് ലോഡ് ആസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ആ ഗ്രൂപ്പ് നമ്മുടെ റിവറ്റിനകത്ത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ പ്രൊജക്റ്റ് ബ്രൗസർ ഉണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മോഡൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്യുക. അവിടെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ആ ഒരു മോഡൽ കാണും. ഓക്കെ, ഇപ്പോൾ ടേബിളാണ്. ഞാൻ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുത്താൽ ആ ഒരു മോഡൽ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഞാനിപ്പോൾ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇങ്ങോട്ട് മാറ്റിയും പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 3Dയിൽ നോക്കാം ഇത് വന്നിട്ടുണ്ടോ എന്ന്. സോ നമ്മൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മോഡൽ ഇൻ പ്ലേസിനെ നമ്മൾ പ്ലേസ് എ കമ്പോണൻ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് മോഡലും ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സേവ് ചെയ്ത് വെക്കാം. ഓൾറെഡി നമ്മൾ ഫാമിലി സേവ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഗ്രൂപ്പായിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നാണ് കാണിച്ചു തന്നത്. ഓക്കെ.